നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദൃശ്യ ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംവാദ പരിപാടി ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണം കോട്ടയം വിജയപുരത്ത് നടന്നു. 100-ൽ പരം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ചയാകുന്ന പോരാട്ടം ഒക്ടോബർ 10 മുതൽ ദൃശ്യ ന്യൂസ് ചാനലിൽ സംപ്രേഷണം തുടങ്ങുന്നു. ഇടുക്കിയിൽ 17-കാരിയെ പീഡിപ്പിച്ച 35-കാരൻ അറസ്റ്റിൽ. കഞ്ഞിക്കുഴി സ്വദേശി കണിയാമ്പൊയ്കയിൽ മനു വിജയനെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ കൗൺസിലിംഗിലാണ് അധ്യാപകർ പീഡന വിവരം അറിയുന്നത്. ശബരിമലയിൽ നടന്നത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അറിവോടെ ആസൂത്രിത ഗൂഢാലോചനയാണെന്ന് മോൻസ് ജോസഫ് MLA. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒളിച്ചോടുകയാണെന്നും മോൻസ് ജോസഫ്. ദൃശ്യ ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംവാദ പരിപാടി ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണം കോട്ടയം വിജയപുരത്ത് നടന്നു. വിജയപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്തിലെ ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ചയായി. വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി, പ്രതിപക്ഷ പ്രതിനിധി ബിജു PT, UDF പ്രതിനിധി സുരേഷ് ബാബു, BJP പ്രതിനിധി CM പത്മകുമാർ എന്നിവർ സംവാദ ചർച്ചയിൽ പങ്കെടുത്തു. ദൃശ്യ ന്യൂസ് പാലാ റിപ്പോർട്ടർ തരുൺ സെബാസ്റ്റ്യൻ അവതാരകനായിരുന്നു. നിലവിലെ വ്യാപാരികളുടെ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ അത് യഥാർത്ഥത്തിൽ മാറ്റി കൊടുക്കേണ്ടതാണ്. ഈ ഇവര് മണവാടി പഞ്ചായത്തിനെ മാത്രം ആ ഒരു ജംഗ്ഷനിലെ പ്രദേശത്ത് മാത്രം ഇത് ചൂണ്ടിക്കാണിക്കുമ്പോഴും മറ്റു പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും ഇവരെ മാറ്റാതെ തന്നെ ഇരിക്കുന്നു. ഹൈക്കോടതിയുടെയോ സർക്കാരിന്റെ ഒരു ഉത്തരവോ ഉടനടി മാറ്റണം എന്നുള്ള ഉത്തരവൊക്കെ വന്നാൽ നമ്മുടെ 17-കാരിയെ പീഡിപ്പിച്ച 35-കാരൻ ഇടുക്കിയിൽ അറസ്റ്റിൽ. കഞ്ഞിക്കുഴി സ്വദേശി കണിയാമ്പൊയ്കയിൽ മനു വിജയനെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ കൗൺസിലിംഗിലാണ് അധ്യാപകർ പീഡന വിവരം അറിയുന്നത്. തുടർന്ന് കഞ്ഞിക്കുഴി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ശബരിമലയിൽ നടന്നത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും അറിവോടെ ആസൂത്രിത ഗൂഢാലോചനയാണെന്ന് മോൻസ് ജോസഫ് MLA. കേരള കോൺഗ്രസ് കറുകച്ചാൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒളിച്ചോടുകയാണെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. പിണറായി ഭരണത്തിൽ സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല ഈശ്വരന്മാർക്ക് പോലും സുരക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. നമ്മുടെ മുൻപിൽ ഉയരുന്ന ചോദ്യം, മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി ഈ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ഇനി ഭരണം കൊടുക്കണോ? ഒറ്റക്കെട്ടായി കേരളത്തിലെ ജനങ്ങൾ ഒരേ ശ്വാസത്തിൽ പറയും, പിണറായി വിജയനും ഇടതുപക്ഷ മുന്നണിക്കും ഇനി കേരളത്തിന്റെ ഭരണം കൊടുക്കാൻ പാടില്ല, ഇവരെ ഇറക്കി വിടുക എന്നതാണ് കേരളത്തിൽ അനിവാര്യം എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു ജനവികാരമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിൽ പുറത്താക്കണം. അപ്പൊ കഴിഞ്ഞ തവണ 99 MLA-മാരെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം അടക്കം ഈ പിണറായി വിജയന്റെ അഴിമതിക്കും ദൂർത്തിനും വേണ്ടി അധികാരത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ഇടയാക്കിയെങ്കിൽ 100 സീറ്റിലധികം ഐക്യജനാധിപത്യ മുന്നണിക്ക് നൽകിക്കൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA-മാർ വിജയിച്ചു വന്ന് 100 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ UDF-ന്റെ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാക്കണം. കേരള കോൺഗ്രസ് കറുകച്ചാൽ മണ്ഡലം പ്രസിഡന്റ് CT തോമസ് അധ്യക്ഷനായിരുന്നു. വിവിധ KTUC യൂണിയനുകളുടെ ഉദ്ഘാടനം പാർട്ടി സെക്രട്ടറി ജനറൽ ജോയ് എബ്രഹാം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. സഭയിൽ ഒരു ഉത്തമ ഉടുപ്പിരിയായിട്ട് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന വാർത്തയിൽ നിങ്ങളുടെ മാറ്റം ഉണ്ടായിട്ടില്ല. ആ മാമച്ചാരെ നമ്മളുടെ എല്ലാവരുടെയും അടുത്തായിട്ട്
ആദരവ് അർപ്പിക്കാറുണ്ട്. സിന്ധു ബിന്ദു അടുത്തതായിട്ട് ഈ അവസരത്തില് ആശ 25ഓളം പേർക്ക് ചടങ്ങിൽ അംഗത്വം നൽകി. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ KF വർഗീസ്, അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, CV തോമസ് കുട്ടി, N അജിത് മുതിരമല, അഡ്വക്കേറ്റ് PC മാത്യു, തോമസ് കുന്നപ്പള്ളി, അഡ്വക്കേറ്റ് രാജൻ തോമസ്, KV പത്മനാഭൻ നായർ, അഡ്വക്കേറ്റ് മത്തായി ഫിലിപ്പ്, അഡ്വക്കേറ്റ് മനീഷ് ജോസ്, രാജു ചക്കുങ്കൽ, ബിനോയ് പള്ളിക്കളം, വിനു വഴിപ്ലാക്കൽ, ഷാജി പുത്തൻപുര, എബ്രഹാം ജോസ്, OJ വർഗീസ്, ലാജി മടത്തിക്കുന്നേൽ, ജോൺ മാത്യു, ജോഷി മാത്യു, ബിജി മരങ്ങാട്, സഖറിയ അമ്പലത്തട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നേരിടുന്ന വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി നടത്തിയ പ്രതിഷേധ മാർച്ച് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയിലും അനുബന്ധ തൊഴിൽ സംരംഭങ്ങളിലുമായി പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം നഷ്ടമാകുന്ന വിധമുള്ള സർക്കാർ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ചെറുതോണിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മുടെ മേഖലയിൽ നിന്നും ഈ രംഗത്ത് ഏറ്റവും സുസ്ഥിരമായി പ്രവർത്തിക്കുന്ന ആദരണീയനായ വീരാണൻ ഉൾപ്പെടെ ഇവിടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ വിനോദ് പുഷ്പാങ്കൻ ഉൾപ്പെടെയുള്ള സംഘടനാ നേതാക്കന്മാരെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് മലയടിച്ചു വീഴുന്ന വലിയ പ്രതിഷേധ ശബ്ദങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന് മുന്നാകെ പാർലമെന്റിൽ MP-മാർ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ വർക്ക്ഷോപ്പ് തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. തീർച്ചയായും ഈ കാര്യത്തിൽ നിങ്ങൾ ഉയർത്തിയിട്ടുള്ള ഈ വാദങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നാകെ അറിയിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ അർഹമായ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇവിടെ വർദ്ധിപ്പിച്ച ടാക്സ് അത് കുറച്ചുകൊണ്ട് ഇവിടെ വർക്ക്ഷോപ്പ് തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യക്ഷമമായ ഇടപെടൽ ഞങ്ങളുടെ എല്ലാവരുടെയും കേരളത്തിൽ നിന്നുമുള്ള MP-മാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. പ്രതിഷേധ മാർച്ചിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 1000ഓളം പേർ പങ്കെടുത്തു. പഴയ വാഹനങ്ങൾക്ക് 50% നികുതി വർദ്ധിപ്പിച്ചത് ഒഴിവാക്കുക, കുത്തനെ കൂട്ടിയ റീടെസ്റ്റിംഗ് ഫീസ് കുറയ്ക്കുക, മലിനീകരണത്തിൻ്റെ പേര് പറഞ്ഞ് വാഹനങ്ങൾ പൊളിക്കുന്നതിനുള്ള നടപടികൾ ലഘൂകരിക്കുക, വർക്ക്ഷോപ്പുകളും അനുബന്ധ സംരംഭങ്ങളും നടത്തിവരുന്നവരുടെയും അതാത് മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെയും തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് AAWK പ്രവർത്തകർ സമരപരിപാടികൾ സംഘടിപ്പിച്ചത്. കളക്ടറേറ്റ് പടിക്കൽ നടന്ന ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ, INTUC ജില്ലാ സെക്രട്ടറി KM ജലാലുദ്ദീൻ, AAWK സംസ്ഥാന സെക്രട്ടറി നിസാർ കാസിം, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് AJ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ, ജില്ലാ ട്രെയിനിംഗ് ബോർഡ് അംഗം പ്രവീൺ ബാലൻ, കോർഡിനേറ്റർ KN പ്രഭാകരൻ, സജീവ് മാധവൻ, N ശ്രീകുമാർ, വിനു V ജോർജ്, ട്രഷറർ സുമേഷ് പിള്ള ഉൾപ്പെടെ നിരവധി പേർ സമരപരിപാടികളിൽ പങ്കെടുത്ത് സംസാരിച്ചു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. SDPI കങ്ങഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും നടത്തി. SDPI കങ്ങഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അൻവർ സാദത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം സാമൂഹ്യ പ്രവർത്തകൻ മുനീർ നസീർ ഉദ്ഘാടനം ചെയ്തു. SDPI കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം അൻസാരി പത്തനാട്, പഞ്ചായത്ത് സെക്രട്ടറി അയൂബ് ഖാൻ രണ്ടുമാക്കൽ, വിമൻ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം സെക്രട്ടറി ഷമീബ നാസർ, അയൂബ് ഖാൻ രണ്ടുമാക്കൽ, NK സുബൈർ, സഹദ് സൽമാൻ എന്നിവർ പ്രസംഗിച്ചു.
തൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങൾ മാറ്റിവെച്ച് പോലും മറ്റുള്ളവരുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരാളുണ്ട്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയ SK ബിജു. സേവന മികവിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലും ബിജുവിനെ തേടിയെത്തി. തൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ ഇറങ്ങിത്തിരിച്ച പച്ചയായ ഒരു മനുഷ്യൻ SK ബിജു. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് ബോട്ടപകടം, കരുനാഗപ്പള്ളിയെ ഞെട്ടിച്ച ടാങ്കർ ദുരന്തം തുടങ്ങി നിരവധിയിടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് ബിജു നേതൃത്വം നൽകി. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള 2025 മെഡലും SK ബിജുവിനെ തേടിയെത്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അതിൻ്റെ നിർണായകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചു. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നുമില്ല. ഞങ്ങൾ ആദ്യം എല്ലാവരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഓരോരുത്തരെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. അതിന് ശേഷം മോൾ ഉരുൾപൊട്ടൽ പ്രദേശത്ത് ഞങ്ങൾ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് പുഴയ്ക്ക് അക്കരയിൽ ആളുകളുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ അക്കരയ്ക്ക് പോകാൻ യാതൊരു മാർഗമില്ലാഞ്ഞിട്ട് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന റോപ്പ് റെസ്ക്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ജീവനക്കാരെ എത്തിച്ച് ഒത്തിരി ജീവനങ്ങൾ നമ്മൾ രക്ഷപ്പെടുത്തുകയുണ്ടായി. 2008 മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ VS അച്യുതാനന്ദനിൽ നിന്നും ഏറ്റുവാങ്ങി. ഡിപ്പാർട്ട്മെന്റ് ബാഡ്ജ് ഓഫ് ഓണറും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 32 വർഷമായി സർവീസിലുള്ള ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കോട്ടയം ജില്ലാ ഫയർ ഓഫീസറായി ജോലി ചെയ്യുന്നു. കരുനാഗപ്പള്ളി ടാങ്കർ അപകടത്തിൽ മരണത്തിനു മുന്നിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയത് അദ്ദേഹം ഓർമ്മിച്ചെടുത്തു. കരുനാഗപ്പള്ളി ടാങ്കർ ദുരന്തം എല്ലാവരും ഓർമ്മയിലുണ്ടാകും. ആ ടാങ്കർ ദുരന്തത്തിൽ ഞാനായിരുന്നു ചാർജ് ഓഫീസർ. അതിൻ്റെ അകത്ത് നിർണായക രക്ഷാപ്രവർത്തനം എനിക്ക് സാധിക്കാൻ കഴിഞ്ഞു. തൻ്റെ ജീവിത അനുഭവമാണ് ഫയർമാൻ എന്ന സിനിമയിൽ തുറന്നു കാട്ടിയതെന്നും പറയുന്നു ബിജു. അതിൽ നിങ്ങൾ ഓർമ്മ ഉണ്ടാക്കി മമ്മൂട്ടി നായകനായ ഫയർമാൻ എന്നുള്ളൊരു സിനിമ മമ്മൂട്ടി ചെയ്ത റോള് ഞാൻ റിയലായിട്ട് ആ കരുനാഗപ്പള്ളി ടാങ്കർ ദുരന്തത്തിൽ ചെയ്തതാണ്. അത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു അവാർഡിനുപരി അങ്ങനെ ഒരു സിനിമയിൽ മമ്മൂട്ടി ചെയ്ത റോള് എൻ്റെ റോള് ആയതുകൊണ്ട് അതിനകത്ത് അവാർഡിനുപരി എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യം. കടുത്തുരുത്തി കല്ലറ സ്വദേശിയാണ് ബിജു. ഭാര്യയും 2 പെൺമക്കളും ബിജുവിൻ്റെ സേവന ജീവിതയാത്രയ്ക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, വൈക്കം. പഴയിടം പാലത്തിന്റെ നിർമ്മാണം ഇക്കൊല്ലം തുടങ്ങി അടുത്ത വർഷം പൂർത്തീകരിക്കും. പാലത്തിന്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ളവ അടുത്ത മാസത്തോടെ തയ്യാറാകും. പുതിയ പാലം വരുന്നതോടെ 6 പതിറ്റാണ്ട് മുമ്പ് മണിമലയാറിന് കുറുകെ പഴയിടത്ത് നിർമ്മിച്ച ജനകീയ കോസ്വേ വിസ്മൃതിയിലാകും. നിലവിലെ കോസ്വേക്ക് മുകളിലോ ചേർന്നോ മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാതയിൽ നിന്ന് നേരിട്ട് എരുമേലി മണിമല പഞ്ചായത്ത് പരിധിയിലുള്ള PWD റോഡിലേക്കാവും പുതിയ പാലം. തുടരെയുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ കോസ്വേയുടെ കൈവരികൾക്ക് നാശമുണ്ടാകുന്നതിനാൽ അറ്റകുറ്റപ്പണികൾക്ക് ഭാരിച്ച ചെലവ് വരുന്ന സാഹചര്യത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. കഴിഞ്ഞ 1 പതിറ്റാണ്ടിനുള്ളിൽ 20 ലക്ഷത്തിലേറെ രൂപ കൈവരി നിർമ്മാണത്തിന് ചെലവഴിക്കേണ്ടി വന്നു. സ്പാനുകൾക്കിടയിൽ അടിഞ്ഞുകൂടുന്ന ചപ്പുചവറുകൾ നീക്കം ചെയ്യാനും പണം കണ്ടെത്തേണ്ടി വരുന്നു. പുതിയ പാലത്തിന്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ളവ അടുത്ത മാസത്തോടെ തയ്യാറാകും. ശബരി എയർപോർട്ട് യാഥാർത്ഥ്യമാകുന്ന സാഹചര്യത്തിൽ ഇവിടേക്കുള്ള പ്രധാന പാതകളിലൊന്നായി പഴയിടം പാലം മാറും. പാല നിർമ്മാണം പൂർത്തിയായ ശേഷം മണിമല, പഴയിടം, ചേനപ്പാടി, എരുമേലി റോഡ് വിമാനത്താവളത്തിലേക്കുള്ള എളുപ്പപാതയായി വികസിക്കും. ഈ സാഹചര്യത്തിലാണ് പഴയിടം പാലത്തിന്റെ നിർമ്മാണം ഇക്കൊല്ലം തുടങ്ങി അടുത്ത വർഷം പൂർത്തീകരിക്കുന്നത്. പഴയിടം നിവാസികളുടെ സാമ്പത്തിക സഹായത്തിലും ശ്രമദാനത്തിലും നിർമ്മിച്ച പഴയിടം കോസ്വേ അക്കാലത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോസ്വേ ആയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഗോത്ര സംസ്കാരത്തിന്റെ പൈതൃകം വെളിപ്പെടുത്തുന്ന മുനിയറകൾ ഇടുക്കി ജില്ലയിൽ ധാരാളമായുണ്ട്. ജില്ലാ ആസ്ഥാനത്തുമുണ്ട് അത്തരത്തിൽ ചില മുനിയറകൾ. ഇടുക്കി വെള്ളാപ്പാറ ശ്രീ മഹേശ്വരി ക്ഷേത്രത്തിന് സമീപമുള്ള മുനിയറകളുടെ അപൂർവ കാഴ്ചകളിലേക്ക്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തുമുണ്ട് മുനിയറകൾ. ഇടുക്കി വെള്ളപ്പാറ ശ്രീ മഹേശ്വരി ക്ഷേത്രത്തിന് സമീപമാണ് അപൂർവ കാഴ്ചയായ ഈ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത്. ഗോത്ര സംസ്കാരത്തെയും കേരളത്തിൻ്റെ ശിലായുഗ പാരമ്പര്യത്തെയുമെല്ലാം അടയാളപ്പെടുത്തുന്നതാണ് മുനിയറകൾ. ആദിവാസി ജനതയുടെ കൈവശ ഭൂമികളിലെല്ലാം ജനവാസം ആരംഭിച്ചതോടെയാണ് ഈ മുനിയറകളെല്ലാം പൊതുസമൂഹത്തിനും ദൃശ്യമായത്. ഇത്തരത്തിൽ 5 മുനിയറകളാണ് ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് കാണാനാവുന്നത്. സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാതിരുന്ന കാലത്തുപോലും ഒരേ വലിപ്പത്തിലും ആകൃതിയിലും കല്ലുകൾ രൂപപ്പെടുത്തി നിർമ്മിച്ച ഈ മുനിയറകൾ
ആദിവാസി ഗോത്രത്തലവന്മാരെ അടക്കം ചെയ്തവയായും അവരുടെ വാസസ്ഥലമായും പറയുന്നുണ്ട്. പുരാവസ്തു വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ ശ്രദ്ധ ചെലുത്തിയാൽ ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമെല്ലാം ഇത് ഏറെ പ്രയോജനകരമാകും. ഗോത്ര പാരമ്പര്യത്തിന്റെ തിരുശേഷിപ്പുകളായ ഈ മുനിയറകൾ സംരക്ഷിക്കുന്നതിന് നടപടിയുണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജില്ലാ ആസ്ഥാന മേഖലയിലെ ഉള്ള ഏക ഒരു മുനിയറയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇത് വെള്ളപ്പാറ ശ്രീ മഹേശ്വരി ദേവീക്ഷേത്രത്തിനോടനുബന്ധിച്ചാണ് ഈ മുനിയറയുള്ളത്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇടുക്കിയുടെ ഡാമിന് സ്ഥാനം കാണിച്ചു കൊടുത്ത ആദിവാസി മൂപ്പൻ ചെമ്പൻ കൊലുമ്പൻ അദ്ദേഹത്തിന്റെ താമസസ്ഥലവും അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരും അദ്ദേഹത്തിന്റെ കുടിയുമാണ് കൊലുമ്പൻ കോളനിയാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗങ്ങൾ. അവരൊക്കെ 500 വർഷം മുമ്പ് വെച്ചാരാധിച്ചു പോന്നിരുന്ന ഒരു മേഖലയും ഒരു കല്ലും ഒക്കെ ആയിരുന്നു ഇവിടെ. അതൊരു സുപ്രഭാതത്തിൽ നമ്മുടെയൊക്കെ അറിവിൽ ഒരു വലിയൊരു മരം നിന്ന് ഒരു കാറ്റത്ത് പിടന്നു വീണ് അതിന്റെ വേരൊക്കെ ഇങ്ങനെ മാറി വന്നപ്പോഴാണ് ഈ മുനിയറ നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. അന്നത്തെ ഗവൺമെന്റ് അധികാരികളും ഇവിടുത്തെ നാട്ടുകാരും എല്ലാം കൂടിയാണ് അത് നമുക്ക് ഒന്ന് ഇതേപോലെ കാണത്തക്ക രീതിയിലൊന്ന് ആക്കിയത്. അതിനകത്ത് കിട്ടിയ വിഗ്രഹമൊക്കെയാണ് നമുക്കിവിടെ പ്രതിഷ്ഠിച്ചേക്കുന്നത്. ഈ ജില്ലയിൽ ഉടനീളം മുനിയറകളൊക്കെ ധാരാളം ഉണ്ട് എങ്കിൽ പോലും ജില്ലാസ്ഥാന മേഖലയിൽ മുനിയറയുള്ളൂ നമ്മുടെ ഈ വെള്ളപ്പാറ ജില്ലാസ്ഥാനത്ത് ഇത് മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാഞ്ഞിരപ്പള്ളി യങ് മെൻസ് അസോസിയേഷൻ താലൂക്കിലെ മികച്ച ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ അവാർഡുകൾക്കായി തെരഞ്ഞെടുത്തു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളെയാണ് അവാർഡുകൾക്കായി തെരഞ്ഞെടുത്തതെന്ന് കാഞ്ഞിരപ്പള്ളി യങ് മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന വിമല ജോസഫിൻ്റെ സ്മരണാർത്ഥമാണ് അവാർഡ് നൽകുന്നത്. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗമായി എലിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം മാത്യൂസ് പെരുമനങ്ങാട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച വനിതാ ഗ്രാമപഞ്ചായത്ത് അംഗം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ റാണി ടോമിയാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായി മണ്ണാറക്കയം ഡിവിഷൻ അംഗം ജോളി മടുക്കക്കുഴി, ചോറ്റി ഡിവിഷൻ അംഗം സാജൻ കുന്നത്ത് എന്നിവരെയും തെരഞ്ഞെടുത്തു. പ്രവർത്തന മികവിനുള്ള പ്രത്യേക പുരസ്കാരങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു പത്യാല, ബിജു ചക്കാല, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അംഗം CV അനിൽകുമാർ, എരുമേലി ഗ്രാമപഞ്ചായത്ത് അംഗം MS സതീഷ്, പാറത്തോട് ഗ്രാമപഞ്ചായത്ത് അംഗം ജോണിക്കുട്ടി മഠത്തിനകം, മണിമല ഗ്രാമപഞ്ചായത്ത് അംഗം PJ ജോസഫ് കുഞ്ഞ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഭാരവാഹികളായ ജെയിംസ് പള്ളിവാതുക്കൽ, മാർട്ടിൻ മാത്യു, മാതച്ചൻ വെള്ളാത്തോട്ടം, ഷമീർ ഖാൻ കല്ലുങ്കൽ, കൊച്ചുമോൻ ഒട്ടയ്ക്കൽ, സബാൻ കടപ്ലാക്കൽ, മാത്തുക്കുട്ടി മടുക്കക്കുഴി, VM താജുദ്ദീൻ, ജിജി ചേന്നാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സമൂഹത്തിൻ്റെ കെടാവിളക്കാവുക എന്ന ആപ്തവാക്യം സ്വീകരിച്ച് 1994 കാഞ്ഞിരപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ കാഞ്ഞിരപ്പള്ളി യങ് മെൻസ് അസോസിയേഷൻ എന്ന KYMA ഏതാണ്ട് 2 ദശാബ്ദത്തോളം സൗമ്യവും നിസ്തുലവുമായ പ്രവർത്തന പന്ഥാവിലൂടെ കാഞ്ഞിരപ്പള്ളിയിലെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയും എന്നാൽ വളരെ അപ്രതീക്ഷിതവും അവിചാരിതവുമായി നമ്മെ വിട്ടുപിരിയുകയും ചെയ്ത കാഞ്ഞിരപ്പള്ളിയുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറുമൊക്കെ ആയിരുന്ന വിമല ജോസഫിൻ്റെ പാവന സ്മരണയ്ക്കായി കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ ആദരിക്കുവാൻ ഒരു തീരുമാനമെടുക്കുകയും ആയതിൻ പ്രകാരം മാധ്യമങ്ങളിലൂടെ നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയും ഉണ്ടായി. ഇപ്രകാരം ലഭിച്ച നിർദ്ദേശങ്ങൾ KYMAയുടെ കമ്മിറ്റി രൂപീകരിച്ച ഒരു വിദഗ്ധ സമിതി 3 ഘട്ടങ്ങളെ പരിശോധിക്കുകയും അവരുടെ വിലയിരുത്തലിന് ശേഷം ഞങ്ങൾക്ക് നൽകിയ അന്തിമ പട്ടിക കാഞ്ഞിരപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ സമക്ഷം ഏറ്റവും സന്തോഷത്തോടുകൂടി സമർപ്പിക്കുകയും ചെയ്യുകയാണ് ഈ അവസരത്തിൽ. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.